ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മീൻകറി നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയും എന്താ പറയുക കപ്പയുടെ കൂടെ പോലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാട്ടാ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി 400 ഗ്രാം തെരണ്ട് മീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ച് നന്നായിട്ട് കൈവച്ച് തിരുമ്മിയിട്ട് ഇത് വൃത്തിയാക്കി എടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഉളുമ്പ് മണമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അങ്ങനെ കടുക് ഇതവിടെ പൊട്ടി വന്ന് ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പിന്നെന്താ പറയുക 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ വെളുത്തുള്ളി കരിഞ്ഞൊന്നും പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ തക്കാളി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതാട്ടോ. അങ്ങനെ ആ ഒരു പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിയുടെ അളവെല്ലാം നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതൊന്നും ഒരു കറക്റ്റ് അളവ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല പുളി വേണം കറി, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ നമ്മുടെ മീനെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അടുക്ക് ഞാൻ ഇവിടെ 2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊരു പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് തന്നെ ഇത് വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ലേ. അങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ കറി പാകമായതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്കെന്നിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇതവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറി നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മീൻകറി തയ്യാറാക്കുന്ന സമയത്ത് അപ്പം തന്നെ കഴിക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ മീൻകറി ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് നമ്മുടെ കറി സെറ്റായി കിട്ടും കേട്ടോ. നമ്മുടെ ചൂടോടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് ടേസ്റ്റ് കറക്റ്റ് മനസ്സിലാവും. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.